ഹായ് ഫ്രണ്ട്സ്, താരൂസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യോഗ ചെയ്യുന്നവർ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ രാവിലെ ഒരു 3 മണിക്കും ഒരു 7 മണിക്കും ഇടയിൽ നമ്മൾ യോഗ ചെയ്യാം. അതുപോലെ തന്നെ വൈകുന്നേരം 4 മണിക്കും 7 മണിക്കും ഇടയിൽ നമ്മൾ യോഗ ചെയ്യാം. നമ്മൾ യോഗ ചെയ്യുന്നതിന് മുമ്പ് മലമൂത്ര വിസർജനം, അതുപോലെ തന്നെ കുളിക്കുക, ദന്തശുദ്ധി വരുത്തുക, ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ യോഗയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള വായുവും വെളിച്ചവും ഒക്കെ കിട്ടുന്ന ഒരു റൂമിലായിരിക്കണം നമ്മൾ യോഗ അഭ്യസിക്കാൻ വേണ്ടിയിട്ട്. വെറും നിലത്ത് ഒരിക്കലും നമ്മൾ യോഗ അഭ്യസിക്കാൻ പാടില്ല. ഒരു കോട്ടൺ ഷീറ്റോ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ യോഗ മാറ്റോ വിരിച്ച് വേണം നമ്മൾ യോഗ അഭ്യസിക്കുക. യോഗ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രസ്സ് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഇറുകി പിടിക്കാത്ത കോട്ടൺ വസ്ത്രങ്ങൾ വേണം നമ്മൾ ധരിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു കംഫർട്ട് ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ഡ്രസ്സ് ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ ആസനം ചെയ്യുമ്പോൾ അയ്യോ പാൻറ് എന്തെങ്കിലും ആവുമോ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പ് എന്തെങ്കിലും ആവുമോ എന്നുള്ള ആ ഒരു മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് കറക്റ്റായിട്ട് ഏകാഗ്രത കിട്ടില്ല. അപ്പോൾ നമ്മൾ അയവുള്ളതായിട്ടുള്ള, അതായത് ടൈറ്റ് ഉള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക, അയവുള്ള വസ്ത്രങ്ങൾ ധരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ യോഗ ചെയ്യാൻ പോകുന്നവർ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ലഘു ഭക്ഷണത്തിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞും പ്രധാന ഭക്ഷണത്തിന് ശേഷം 4 മണിക്കൂർ കഴിഞ്ഞുമാണ് നമ്മൾ യോഗ അഭ്യസിക്കേണ്ടത്. സ്ത്രീകൾ ആർത്തവ ദിവസങ്ങളിൽ യോഗ അഭ്യസിക്കുവാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറയുന്നത് അയിത്തം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുകൊണ്ടൊന്നുമല്ല. സ്ത്രീകൾക്ക് ആർത്തവ സമയം അവരുടെ വിശ്രമമാണ് മുഖ്യം. അവരുടെ ബോഡി, അതായത് വിശ്രമം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇപ്പോൾ ആസനാസൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് സ്ത്രീകൾ ആർത്തവ സമയങ്ങളിൽ യോഗ ചെയ്യരുത് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ വിശ്രമമാണ് മുഖ്യം. നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാവും. ചില ആസനാസ് ചില രോഗങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതൊക്കെ. ഏത് ആസനാസ് ചെയ്യുമ്പോഴും അത് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും. ഓക്കെ, അപ്പോൾ അവർക്ക് വിധിച്ചിട്ടുള്ള, അതായത് അവരുടെ ട്രെയിനേഴ്സ് പറയുന്നത് പോലെ അവർക്ക് വിധിച്ചിട്ടുള്ള ആസനാസ് ചെയ്യാം. അതുപോലെ തന്നെ ഗർഭിണികൾക്കും യോഗയൊക്കെ ചെയ്യാം. പക്ഷെ അവർക്ക് വിധിച്ചിട്ടുള്ള, അവർക്ക് പറഞ്ഞിട്ടുള്ള ആസനാസ് മാത്രം ചെയ്യാം കേട്ടോ. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ യോഗ ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, നമ്മുടെ ശരീരം വഴങ്ങുന്ന രീതിയിൽ നമ്മൾ ആസനാസ് ചെയ്ത് പഠിക്കുക ആദ്യം. പിന്നീട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം അതിനോട് പാകപ്പെടും. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ശരീരം എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്തരത്തിൽ തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ആദ്യമായിട്ട് നമ്മൾ യോഗ ചെയ്യുമ്പോൾ ആദ്യം ലളിതമായിട്ടുള്ള ആസനങ്ങൾ ചെയ്യുക, വളരെ സിമ്പിളായിട്ടുള്ള ആസനങ്ങൾ ചെയ്യുക. പിന്നെ മധ്യാസനങ്ങൾ ചെയ്യുക, പ്രധാനാസനങ്ങൾ ചെയ്യുക, പിന്നെ കഠിനാസനങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വലിയ വലിയ ആസനങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ആദ്യം നമ്മുടെ ശരീരത്തെ അയവ് വരുത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ യോഗ ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ്, നമ്മുടെ ബോഡി ഒന്ന് ചൂടാക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തടി കുറക്കാനൊക്കെ വരുന്നവരാണെങ്കിൽ നമ്മൾ ഫുഡും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യുക. യോഗയിൽ ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് യോഗയിൽ വന്നിട്ട് യോഗ ചെയ്തിട്ട് തടി കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മളെല്ലാം ശ്രദ്ധിക്കണം. നമ്മുടെ ആഹാരമായാലും വ്യായാമമായാലും എല്ലാം ശ്രദ്ധിക്കണം. ഓക്കെ, ഡെയിലി നമ്മൾ യോഗ ചെയ്യണം. അതായത് ഇപ്പോൾ യോഗ എന്തിനാണ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലേ യോഗ ചെയ്യുന്നത്. ഒരു ദിവസം ചെയ്ത് ഒരു ദിവസം ചെയ്യാതെ, ഇല്ലെങ്കിൽ ഒരാഴ്ച ചെയ്ത് വീണ്ടും 2 ആഴ്ച ചെയ്യാതെ വീണ്ടും ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, എനിക്ക് യോഗയിലൂടെ ഒന്നും കിട്ടിയില്ല, എനിക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഡെയിലി ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ യോഗ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, യോഗ ചെയ്യുമ്പോൾ നമ്മൾ വളരെ സാവധാനത്തിൽ, വളരെ മനസ്സമാധാനത്തോടു കൂടി സാവധാനത്തിൽ വേണം നമ്മൾ ഓരോന്ന് ചെയ്തെടുക്കുവാൻ. അപ്പോൾ യോഗ അഭ്യസിക്കുന്നവർ പാലിക്കേണ്ട നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.